എന്തൊക്കെയാണ് മക്കളെ വിശേഷം? സുഖമല്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മാസത്തെ കുറിച്ചാണ് പറയാനുള്ളത്. ഈ മാസത്തിൻ്റെ പ്രത്യേകം എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഡെലിവറിയിൽ ഒരുപാട് സെയിൽസ്മാരുണ്ട്. അതായത് ഡെലിവറി വാങ്ങാനും ഡെലിവറി ചെയ്യാനും ഒരുപാട് സെയിൽസ്മാരുണ്ട്. കാരണം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എല്ലാ മുതലാളിമാരും സപ്പോർട്ട് ചെയ്യണമെന്ന് അവരുടെ ജോലിക്ക് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ജോലിയല്ല, കാരണം അവർക്കുമുണ്ട് ഒരു ജീവനും തളർച്ചയും കാര്യങ്ങളൊക്കെ. കാരണം ഈ മാസത്തിൻ്റെ പ്രത്യേകത അറിയാലോ, നോമ്പെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവരെടുത്ത് സാധനം കൊണ്ടു കൊടുക്കാൻ ശ്രമിക്കുക. എനിക്ക് ഓപ്ഷൻ പറയാനുള്ളത്, കാരണം എനിക്ക് ഇന്നുണ്ടായ അനുഭവമാണ്. ഞാനിന്നൊരു സെയിൽസ്മാൻ വിളിച്ചു, അല്ല നീ വരുന്നുണ്ടോ, എവിടെയുള്ളത്? അപ്പോൾ ഞാൻ രണ്ടാമത് വിളിച്ചു, ഒന്ന് പെട്ടെന്ന് വേണോ, എനിക്ക് തന്നിട്ട് വേണം എനിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വിളിച്ചു. കുറച്ച് ദേഷ്യപ്പെട്ടാൽ സംസാരിച്ചു. ഞാൻ പറയും, ഒന്ന് മനസ്സിലാക്കി, ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴേക്ക് പിന്നെ റിട്ടേൺ പോയിട്ട് സാധനം എടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. പിന്നെ നോമ്പിൻ്റെ ക്ഷീണമാണ്, നിങ്ങൾക്കറിയാമല്ലോ നോമ്പിൻ്റെ അവസ്ഥ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടാൻ പറ്റുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, അവർക്ക് എവിടെയാണോ സ്ഥലം അവിടെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നോമ്പിന് തുറന്നതിന് ശേഷമാണെങ്കിൽ ഓക്കെ, പകൽ സമയം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം എനിക്കൊരു റിക്വസ്റ്റാണ്. ഇപ്പോൾ പറ്റിയത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അങ്ങനെ പറയുന്നത്, ഞാനും ആ ഒരു മാസത്തെ ബഹുമാനിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ പെട്ടെന്ന് എനിക്ക് എൻ്റെ കസ്റ്റമറെ എങ്ങനെയാണോ, പെട്ടെന്നൊരു അലയിലൊരു കസ്റ്റമറായിരുന്നു, പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരെ പെട്ടെന്ന് വിളിച്ചു. കാരണം അവർക്ക് ഇന്ന് കിട്ടേണ്ട സാധനമാണ്. അപ്പോൾ ഞാൻ എവിടെയാണോ അവിടെ ഞാൻ കൊണ്ടു കൊടുക്കുക ചെയ്തത്. എല്ലാവരും, എല്ലാ മുതലാളിമാരും അവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.